ഹലോ ഹായ്. അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ്. അപ്പോൾ നല്ല ചൂട് ഇലയുടെയും ചായയും കുടിച്ചാലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇലയുടെ ആക്കാൻ തുടങ്ങാം. മോള് ഉറങ്ങുന്നൊരു സമയം നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം ഇലയുടെ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, അരിമാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, അതേപോലെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെല്ലം എടുക്കുന്നവർക്ക് വെല്ലം എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ ഇട്ട് കുഴച്ച് അവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് നല്ല വാഴയില എടുത്തിട്ട് വാഴയിലയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരിമാവ്, കുഴച്ച അരിമാവ് എടുത്തിട്ട് പരത്തിയിട്ട് നമുക്കതിലേക്ക് ഈ തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ടുള്ള മിശ്രിതവും കൂടി അതിൽ വെക്കാം. അല്ലേ, ഇലയട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലേ. നല്ല ചൂടടയൊക്കെ ചായയായിട്ട് നമുക്ക് മഴയത്ത് കഴിക്കാമെന്ന് പറയുന്നത് നല്ല രസമുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്കിങ്ങനെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഇട്ട് തുടങ്ങാം. കാരണം മോള് ചെറുതായതുകൊണ്ട് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഇലയുടെയായിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ഇലയുടെയൊക്കെ ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ നല്ല ചൂട് ഇലയുടെയൊക്കെ നല്ല മഴ സമയത്തൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 ഇലയുടെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. വളരെ കുറച്ച്, ഞാനും അമ്മയും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്കത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ ഇലയുടെയായിട്ട് നമ്മളിങ്ങനെ ഇതിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് വളരെ കുറച്ച് സമയമേ വേണ്ടൂ. ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇലയട വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ അത് വേവുന്നതാണ്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം അല്ലേ. നല്ല ആവി പറക്കുന്ന ഇലയട തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ചായ ആക്കാനുണ്ട്. ചായ ആക്കിയിട്ട് നമുക്ക് ഇലയടയും കൂടി കൂട്ടി കഴിക്കാം. നമുക്കിവിടെ ശരിക്കും കട്ടൻ ചായയൊക്കെയാണല്ലോ നമ്മൾ മഴയത്തിന് ജൽസമാഷ പാട്ട് കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ കട്ടൻ ചായ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ പാൽ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ചായ ഉണ്ടാക്കി, ഇലയട ഉണ്ടാക്കി. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇലയുടെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ, മധുരമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയാമെന്ന് പറയുന്നത് ബോറാണല്ലേ. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂട് ഇലയടി, നല്ല ചൂട് ചായ, സൂപ്പറല്ലേ.